ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതും വളരെ എലഗൻ്റ് ആയിട്ടുള്ളതും 5 ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. സാധാരണ വീടുകളിൽ ജി പ്ലാന്റ്, ലക്കി ബാംബു, മണി പ്ലാന്റ്, ഈ പ്ലാന്റൊക്കെ തന്നെയാണ് വെക്കാറ് ഇൻഡോറായിട്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടെ എലഗൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇൻഡോർ വെക്കും. അതുപോലെ ലോ ലൈറ്റിലൊക്കെ വളരുന്ന പ്ലാന്റ്സാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ കാണിക്കുന്ന എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പേര് റാഫിഡോ ഫോറ ടെട്രോസ്പെർമ എന്നാണ്. മിനി മോൺസ്റ്ററ എന്നൊക്കെ ഈ പ്ലാന്റിനെ വിളിക്കും. ഈ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. ഈ പ്ലാന്റ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ട് ഏകദേശം ഒരു 1 മന്തൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, കയറ് വെച്ച് കെട്ടി. അപ്പോൾ എന്നാലേ അത് നല്ലോണം വളരത്തുള്ളൂ. അങ്ങനെ ചുറ്റി എത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു പ്ലാന്റിൽ ലീഫിന് ഇങ്ങനെ ഹോൾസ് ഒന്നും വരാതായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്റ്റെം കട്ട് ചെയ്ത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അതാണ് ഈ ഒരു ചെറിയ ഇലകളൊക്കെ കാണുന്നത്. ഇതൊക്കെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത. ഈ പ്ലാന്റിൻ്റെ ആ ഒരു ഇലകളിലുള്ള ഈ ഒരു പാറ്റേൺ ആണ് എല്ലാവർക്കും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഒരു തൈയിൽ ഇതുപോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് നട്ടയിൽ. ഇതിൽ ഫസ്റ്റ് 2 ലീഫിലൊന്നും ഹോൾസ് വന്നിട്ടില്ല. ഇതിലും അതുപോലെ തന്നെ ഫസ്റ്റ് 2 ലീഫിലും ഹോൾസ് ഒന്നുമില്ല. ഇത് 3rd ലീഫാണ്. ഈ ലീഫിലാണ് ഹോൾസൊക്കെ വന്നത്. ഈ പ്ലാന്റ് ഔട്ട്ഡോറും ഇൻഡോറും വെക്കാൻ പറ്റും. ബാൽക്കണിയിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളരും. കാരണം ഇതിന് ചെറിയ സൺലൈറ്റ് ആവശ്യമുണ്ട്. ഈ ഒരു ലീഫിൽ ഈ ഒരു ഹോൾസൊക്കെ വരുന്നതിന് സൺലൈറ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ വളരെ ഇരുട്ട് റൂമിലൊന്നും കൊണ്ടുവച്ചാൽ ഈ ചെടി വളരണം എന്നില്ല. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ പ്ലാന്റാണ്, സാൽസവേര അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പ്രൊപ്പഗേഷൻ അങ്ങനെയൊക്കെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ലോ മെയിൻ്റനൻസും ഒക്കെ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ വളരെ അങ്ങനെ ഭയങ്കര വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റും. ബിഗിനേഴ്സിനായാലും ഔട്ട്ഡോറായിട്ടാണെങ്കിലും ഇൻഡോറായിട്ടാണെങ്കിലും വെക്കുമ്പോൾ വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തതും ഭയങ്കര കെയറിങ്ങിൻ്റെ ആവശ്യമില്ലാത്തതും പ്ലാന്റ്സാണ് നോക്കാറ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റ് നോക്കുന്നുണ്ടെങ്കിൽ സ്നേക്ക് പ്ലാന്റ് വളരെ ബെസ്റ്റായിട്ടുള്ളൊരു പ്ലാന്റാണ്. എല്ലാ നഴ്സറികളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് സ്നേക്ക് പ്ലാന്റ്. ഇൻഡോറായിട്ട് ടേബിളിൻ്റെ മുകളിലും ഒക്കെ വെക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറുത് കിട്ടും, സാൽസവേരയുടെ തന്നെ ചെറുത് കിട്ടും. അപ്പോൾ ആ ഒരു പ്ലാന്റ് മേടിക്കുകയാണെങ്കിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റും. അടുത്ത പ്ലാന്റ് ഇതാണ്. ഫിലോഡെൻഡ്രൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഫിലോഡെൻഡ്രൻ ലൈം ലെമൺ ആണ്. വാട്ടർ പ്ലാന്റ്സ് കളക്ഷനിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പം നല്ല വലുതായിട്ടുണ്ട്. ഈ പ്ലാന്റ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. വളരെ ഭംഗിയുള്ള ഒരു എന്താ പറയുക, ഒരു പ്രത്യേക കളറാണ് ഈ ഒരു ലീഫിന് വന്നിട്ടുള്ളത്. ഇൻഡോറായിട്ട് ഈ പ്ലാന്റ് വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിൻഡോയുടെ സൈഡിൽ ഭയങ്കര ലോ ലൈറ്റ് ആയിട്ടുള്ളടത്ത് വെക്കരുത്. സൂര്യപ്രകാശം നല്ലോണം കിട്ടിയാൽ ഈ ഒരു പ്ലാന്റിന് അതിൻ്റെ ആ ഒരു കളറ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കയറ് വെച്ച് ഇതുപോലെ ഈ ചെടിക്ക് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ അതി അങ്ങ് പറ്റിപ്പിടിച്ച് കിളിച്ച് വന്നോളും. കുറച്ച് മന്ത്സൊക്കെ കഴിയുമ്പം അതുമായിട്ട് ഇണങ്ങി ആ ഒരു ഇൻഡോറിൽ എവിടെയാണോ വെക്കുന്നത് അവിടെ വളരെ ഭംഗിയായിട്ട് നിൽക്കും. അടുത്ത പ്ലാന്റ് ഇതാണ്, പീസ് ലില്ലി. പീസ് ലില്ലി ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ വളരെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ചെറിയൊരു തൈയായിരുന്നു. ഇപ്പം നല്ല വലുതായി, കുറേ ഇലകളൊക്കെ വന്നു. അതുമാത്രമല്ല ഇവിടെ ഒരു ചെറിയ തൈ വന്നിട്ടുണ്ട്. ഇവിടെയും വന്നു, ഇവിടെയും വന്നിട്ടുണ്ട് തൈ. നല്ല വലുതായിട്ടുണ്ട്. ഞാൻ ഹോംലി ഫീൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്ലവർ വന്നിട്ടുണ്ട്, പീസ് ലില്ലിയുടെ ഫ്ലവർ. സാധാരണ ഇൻഡോറിൽ വെക്കാൻ ഫ്ലവറിങ് പ്ലാന്റ്സ് അങ്ങനെ ഇല്ല. കാരണം
നല്ല വെയിലുള്ളിടത്ത് വെച്ചാൽ കിളിക്കുന്ന ഫ്ലവറിങ്ങോ അല്ലെങ്കിൽ ലോ ലൈറ്റിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് ഇല്ല സാധാരണ. അപ്പോൾ എനിക്കറിയാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് നല്ല ഭംഗിയുള്ള പൂ കിളിക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റിലെ ഫ്ലവറാണ് ഈ പീസ് ലില്ലിയിലുള്ള ഫ്ലവർ. ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വൈറ്റ് കളറിലുള്ള വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറാണ്. ഇവിടെ നിന്ന് കിളിച്ചു വരുന്ന തൈ കുറച്ച് മെച്ചുറായതിനു ശേഷം അതിന് മറ്റൊരു പോട്ടിലേക്ക് മാറ്റിയ ഇതുപോലെ തന്നെ പിന്നെയും നമുക്ക് കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആക്കി വെക്കാൻ പറ്റും. അപ്പം ഞാനിത് ഇൻഡോറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ ഫ്ലവറൊക്കെ വന്നു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് പീസ് ലില്ലി. പീസ് ലില്ലി ഇൻഡോറിൽ വെക്കാൻ വളരെ നല്ലൊരു പ്ലാന്റാണ്. കാരണം പീസ് ലില്ലിക്ക് ഭയങ്കര സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, ഒരു ലോ ലൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ബാൽക്കണിയിലും ഒക്കെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഇൻഡോറിൽ തന്നെ കുറച്ച് സൺലൈറ്റൊക്കെ വരുന്നിടത്ത് വെക്കാം. പീസ് ലില്ലിയുടെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്. അതൊരു ലീഫിൽ വെറിഗേഷൻ വരുന്നതാണ്. അപ്പോൾ ആ ഒരു വെറിഗേഷൻ വരുന്ന ലീഫിൻ്റെ ആയതുകൊണ്ട് ഇൻഡോറിൽ വെച്ചാൽ ചിലപ്പോൾ ആ ഒരു വെറിഗേഷൻ ഇനി അതിൽ നിന്ന് കിളിക്കുന്ന പുതിയ ഇലകൾക്ക് വരത്തില്ല. കാരണം നല്ല സൺലൈറ്റ് വേണം. മിക്ക ഇൻഡോറിൽ വെക്കുകയാണെങ്കിലും മിക്ക വെറിഗേഷൻസ് വരുന്ന ലീഫുള്ള പ്ലാന്റ് ആണെങ്കിൽ നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് വെച്ചാലേ ചിലപ്പോൾ വെറിഗേഷൻസ് വരത്തുള്ളൂ, ചിലപ്പോൾ വരത്തില്ല. കാരണം നല്ല സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ട് അതിന്. അടുത്തത് ഫിലോഡെൻഡ്രൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫിലോഡെൻഡ്രൻ ഹെഡറേസിയമാണ്, അല്ലെങ്കിൽ ഹേർട്ട് ലീഫ് പ്ലാന്റ് എന്നും ഈ പ്ലാന്റിനെ വിളിക്കും. ഫിലോഡെൻഡ്രൻ്റെ ഈ വെറൈറ്റിയിൽ വേറെ വെരിഗേഷൻസ് ഒന്നും ലീഫിന് വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ വളരെ നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഹേർട്ട് ഷേപ്പും ഒക്കെ നല്ല ഭംഗിയാണ്. ഇപ്പം ഞാനൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ പ്ലാന്റ് അതിൽ ചുറ്റി ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഹാങ്ങിങ് ആയിട്ടും ഔട്ട്ഡോർ ഇടാൻ പറ്റും. ഇൻഡോറിൽ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക സപ്പോർട്ട് കൊടുത്തിട്ടാണ് വളർത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഇതിൻ്റെ റൂട്ട്സാണ്. നല്ല വലുതായിട്ടുണ്ട്, റൂട്ട്സ് കുറേ ആയി നല്ല ബുഷി ആയിട്ട് വളർന്നിട്ടുണ്ട്. ഹാങ്ങിങ് ആണെങ്കിൽ ഇതുപോലെ തന്നെ കുറേ കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് ബുഷിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും ഈ ഒരു പ്ലാന്റ് വളരെ നന്നായിട്ട് തന്നെ വളരും. സൺലൈറ്റ് ചെറിയൊരു ആവശ്യമുള്ളൂ സൺലൈറ്റിൻ്റെ. ഇപ്പോൾ ഔട്ട്ഡോറിലാണെങ്കിലും ഭയങ്കര വെയിൽ വേണ്ട, ഒരു ലിമിറ്റഡ് ആയിട്ടൊരു വെയിൽ മാത്രം കിട്ടിയാൽ വളരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ഫിലോഡെൻഡ്രൻ്റെ പ്ലാന്റ്. വീട്ടിലൊക്കെ ഒരു ചെടി വേണം, ഒരു എലഗൻ്റ് ആയിട്ടുള്ള ചെടി വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സ് ഒക്കെ വെക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള എന്താ പറയുക, അങ്ങനെ ഭയങ്കര മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്ത പ്ലാന്റ്സ് ആണ്. ഇൻഡോറായിട്ട് വെറിഗേഷൻസ് വരുന്ന ലീഫിൻ്റെ പ്ലാന്റ്സ് ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സൺലൈറ്റ് നല്ല കിട്ടുന്നിടത്ത് തന്നെ വെക്കുക. ഭയങ്കര ലോ ലൈറ്റ് ഉള്ളിടത്ത് വെച്ചാൽ ചിലപ്പോൾ പുതിയ ഇലകൾ വരുന്നതിനൊന്നും ഈ ഒരു വെറിഗേഷൻസ് ഒന്നും കാണില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ ഏത് പ്ലാന്റ്സ് ആണെങ്കിലും നമുക്ക് വെക്കാൻ നോക്കാം. ഇൻഡോർ പ്ലാന്റ്സിന് ഔട്ട്ഡോർ പ്ലാന്റ്സ് പോലെ എന്നും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മണ്ണ് തൊട്ട് വെക്കുമ്പം ഒരു വെറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. തോനെ വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ചെടി കേടായി പോകും. അപ്പോൾ അതിന് ലിമിറ്റഡായിട്ട് നനവില്ല എന്ന് തോന്നുമ്പോൾ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ 5 പ്ലാന്റ്സ് മാത്രമല്ല വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് എന്ന് പറയാൻ പറ്റുക. ഇനിയും കുറേ പ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിലുള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 5 വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ട് നല്ലോണം വളർത്താൻ പറ്റുന്ന 5 പ്ലാന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ അടുത്ത വീഡിയോ കാണാം.